പല ആൾക്കാരുടെയും വിചാരം ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ആളെന്ന് പറഞ്ഞ സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ കരയാത്ത ആൾക്കാർ, ഭയങ്കര കാമായിട്ട് നിൽക്കുന്ന ആൾക്കാർ, തകർന്നു പോകാത്ത ആൾക്കാർ എന്നൊക്കെ പറഞ്ഞാണ്. ബട്ട് അതൊരിക്കലും സ്ട്രെങ്ത് അല്ല. അത് ജസ്റ്റ് നിങ്ങളെ ഇമോഷൻസ് ഹൈഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. ബട്ട് റിയലി ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ എന്ന് പറഞ്ഞ സമയത്ത് ഹാർഡ് സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് അവർക്കോ അവർ ചുറ്റുമുള്ള ആൾക്കാർക്കോ പ്രശ്നം വരാത്ത രീതിയിൽ അത് ഹാൻഡിൽ ചെയ്യുന്നതിനാണ് നമ്മൾ സ്ട്രോങ് ഇമോഷണൽ ആളെന്ന് നമ്മൾ പറയാം. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ അവർക്ക് ഹാർഡ് സിറ്റുവേഷൻസ് വരുന്ന സമയത്ത് അവർ ചെയ്യുന്ന 5 കാര്യങ്ങൾ പറഞ്ഞുതരാം. സോ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദേ സ്റ്റോപ്പ് ബിഫോർ റിയാക്ടിങ്. അതായത് ഇവരെ ലൈഫിൽ എന്തെങ്കിലും ഹാർഡായിട്ടുള്ള സിറ്റുവേഷൻ വരുന്ന സമയത്ത് അവർ പെട്ടെന്ന് ഒരിക്കലും എന്താക്കില്ല റിയാക്ട് ചെയ്യില്ല. ഇപ്പോൾ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഹാർഷായിട്ടുള്ള മെസ്സേജ് വരാണ്, ഒരു ബാഡ് ന്യൂസ് വരാണ്, എന്തെങ്കിലും ക്രിറ്റിസിസം ഫേസ് ചെയ്യുകയാണ്, ഇങ്ങനെ എന്തുണ്ടെന്നുണ്ടെങ്കിലും ആ മൊമെൻറ്റിൽ അവരൊരിക്കലും എന്താക്കില്ല അതിന് റിയാക്ട് ചെയ്യില്ല. കേൾക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നും, ബട്ട് ഒരിക്കലും ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം നമ്മൾ പല ആൾക്കാർക്കും ലൈഫിൽ ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് മിനിറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ക്രൂഷ്യലാണ്. അപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ കുറച്ചൊരു സെക്കൻഡ്സിലായിരിക്കും നമ്മൾ പെട്ടെന്ന് ദേഷ്യപ്പെടുക, ഒച്ചയിൽ നമ്മൾ ചീത്ത വിളിക്കുക, കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമ്മൾ കുറച്ചൊരു മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഹേർട്ട് ചെയ്യാൻ തുടങ്ങും. ആ ഒരു ഉണ്ടായ കാരണം അല്ലെങ്കിൽ ആ ഉണ്ടായ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ബാഡ് ന്യൂസ് ആയിക്കോട്ടെ, അത് നമ്മളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. കുറച്ചും കൂടി മിനിറ്റ് കഴിഞ്ഞാൽ അത് നമുക്ക് പേടി വരുത്താൻ തുടങ്ങും. സോ ഇത് ഫസ്റ്റത്തെ കുറച്ച് മിനിറ്റിൽ അല്ലെങ്കിൽ ആ ഒരു 1-1.5 മണിക്കൂറിനിടയിൽ ഉണ്ടാകുന്ന ഇമോഷൻസാണ്. സോ ഇമോഷണലി സ്ട്രോങ് പീപ്പിൾസ് ഇത് ഓൾറെഡി കുറേ അവർ എക്സ്പീരിയൻസിലൂടെ അവർ ഫേസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ അവർ ഇങ്ങനെ എന്തൊരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഫസ്റ്റത്തെ കുറച്ച് ടൈം ഈ ഇമോഷൻസിൻ്റെ പുറത്തുള്ള ഈ റിയാക്ഷൻസ് കാര്യങ്ങൾ അവരെപ്പോഴും സ്റ്റോപ്പ് ചെയ്യും, അവരത് കൺട്രോൾ ചെയ്യും. നിങ്ങളെന്നെ ആലോചിച്ച് നോക്കുക, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പെട്ടെന്നൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സംഭവം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുക, പെട്ടെന്ന് നിങ്ങൾ ചിലപ്പോൾ ഒച്ചയെടുത്ത് ചീത്ത പറയും, അല്ലെങ്കിൽ പെട്ടെന്ന് അലറിയും കൊണ്ട് നിങ്ങൾ കരയും. ഇതാണ് ഫസ്റ്റ് ഉണ്ടാകുന്ന റിയാക്ഷൻ. പിന്നെ നിങ്ങൾക്ക് പെയിന് കാര്യങ്ങൾ, ആ ഒരു ഫസ്റ്റ് ഒരു 1 hour നടന്നത് ആ ഒരു വേവാണ്. ആ ഒരു വേവ് നിങ്ങളെപ്പോഴും ബീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഇതേപോലെ സിറ്റുവേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു 10 മിനിറ്റ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്താക്കുക, അവിടെ നിങ്ങളൊന്ന് കൂൾ ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്, റിയാക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇതൊരിക്കലും നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അവിടെ നിങ്ങൾ ആക്ച്വലി നിങ്ങൾ ആ സ്പോണ്ടേനിയസ് ആയിട്ട് ഉണ്ടാകുന്ന ആ ഒരു ഇമോഷണൽ അവിടെ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. ദേ സെപ്പറേറ്റ് വാട്ട് ഹാപ്പൻ ഫ്രം ദ സ്റ്റോറി ദേ ടെൽ അബൌട്ട് ഇറ്റ്. ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. അതായത് നമ്മളെ ലൈഫിൽ എപ്പോഴും ഒരു ഇവൻറ്റ് നടക്കുകയാണ്, എന്തെങ്കിലും ഒരു സംഭവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 2 കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഒന്ന്, ആ ഇവൻറ്റിൽ നടന്ന ഒരു സംഭവം ഉണ്ടാവുമല്ലോ അതും, പ്ലസ് ആ സമയത്ത് നമ്മളെ ബ്രെയിൻ നമ്മളോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ ഓഫീസിൽ പോകുന്ന സമയത്ത് നിങ്ങളെ ബോസ് നിങ്ങളെ കൊളീഗ്സിന് മുന്നിൽ നിന്ന് നിങ്ങൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് ചീത്ത പറയുകയാണെന്ന് നോട്ടിക്കും. അപ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ഇവൻറ്റ് എന്ന് പറയുന്നത് എന്താ, നിങ്ങളെ കൊളീഗ്സിന് മുന്നിൽ നിന്ന് അവർ ഇന്നൊരു സംഭവത്തിന് വേണ്ടി ചീത്ത പറഞ്ഞു, മാനേജർ ചീത്ത പറഞ്ഞു എന്നുള്ളതാണ് അവിടുത്തെ ഇവൻറ്റ്. ബട്ട് ആ സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടാവും. ബ്രെയിൻ നിങ്ങളോട് പറയും, മാനേജർക്ക് എന്നോട് എന്തോ ദേഷ്യമുണ്ട്, ഇന്ന കൊളീഗ്സിന് മുന്നിൽ നാണം കെടുത്തി, എൻ്റെ ജോലി പോകും, എനിക്കിനി കുറേ പണി കിട്ടും, ഇങ്ങനെ കുറേ സാധനങ്ങൾ തലയിൽ ഉണ്ടാക്കും, നിങ്ങൾ ഓടും. ഈ ഒരു ഇവൻറ്റിൻ്റെ കൂടെ തന്നെ അറ്റ് എ ടൈം നിങ്ങളുടെ ബ്രെയിനിൽ അവിടെ വേറെ സംഭവം കൂടി ഉണ്ടാവുകയാണ്. സോ ഇമോഷണലി ഇൻ്റലിജൻറ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ഇവൻറ്റിനെ ബേസ് ചെയ്തിട്ട് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കും. അതായത് ഈ ഇവിടെ രണ്ടാമതുണ്ടായിട്ടുള്ള ഒരു സംഭവമില്ല, നിങ്ങളുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ക്വസ്റ്റ്യൻസ്, ഇതുണ്ടാകുന്ന സമയത്ത് അവരോട് തന്നെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കും. ശരിക്കും ഇതെന്നാണോ ആക്ച്വൽ, എൻ്റെ ജോലി ശരിക്കും പോകാൻ ചാൻസ് ഉണ്ടാവും. ചിലപ്പോൾ മാനേജർ വേറെ എന്തെങ്കിലും സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്തൊരു സംഭവം ഇത്രയും വലിയൊരു പ്രശ്നം ചിലപ്പോൾ അവിടെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാണെങ്കിലോ, ഇങ്ങനെ നിങ്ങളെ ബ്രെയിനെ ഡൗട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന് പകരം അങ്ങോട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇപ്പോൾ നോക്കിയാലും മനസ്സിലാവും നമുക്ക് ഇതേപോലെ ഉണ്ടായിട്ടുള്ള നമ്മളെ ബ്രെയിനിൽ വന്നിട്ടുള്ള കുറേ തോട്ട്സ് അതിൽ 90% അക്യുറേറ്റ് ആവാറില്ല. നമ്മൾ പേടിച്ചതൊക്കെ പലതും വെറുതെ ആയിട്ടേ ഉണ്ടാവുകയുള്ളൂ. ഒരു ഇവൻറ്റ് ഉണ്ടാകുന്ന സമയത്ത് അവിടെ നമ്മളെ ബ്രെയിന് പറയുന്ന ക്വസ്റ്റ്യൻസ് ബിലീവ് ചെയ്യുന്നതിന് മുന്നായിട്ട് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക. കാരണം നമ്മളെ ഇമോഷൻസ് ഹൈ ആയി നിൽക്കുന്ന സമയത്ത് അവിടെ നമുക്ക് ഉണ്ടാകുന്ന സ്റ്റോറീസ് ആയിക്കോട്ടെ, അവിടെ നമുക്ക് ഉണ്ടാകുന്ന എന്തൊരു സാധനമാണെന്നുണ്ടെങ്കിലും അത് ഭയങ്കര വേസ്റ്റ് ആയി. മൂന്നാമത്തെ പോയിൻ്റാണ് ദേ ചൂസ് കെയർഫുള്ളി വേർ ദേ പ്രോസസ് ദെയർ ഇമോഷൻസ്. അതായത് നമുക്ക് എല്ലാ ആൾക്കാർക്കും ലൈഫിൽ എന്തെങ്കിലും ഒരു ഹാർഡ് തിങ്സ് ഹാപ്പൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 പാറ്റേണിലാണ് നമ്മളതിന് റിയാക്ട് ചെയ്യുക. ഒന്നാമത്തെ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളതിനെ കംപ്ലീറ്റ്ലി പുഷ് ഡൗൺ ചെയ്യും. അതായത് അതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല, ഒന്നും അവിടെ നടന്നിട്ടില്ല എന്നുള്ള ലെവലിൽ അതിനെപ്പറ്റി നിങ്ങൾ സംസാരിക്കാത്ത ലെവലിൽ നിങ്ങൾ മാറ്റി വെക്കും. അത് ഒന്നാമത്തെ പാറ്റേൺ. രണ്ടാമത്തെ പാറ്റേൺ എന്ന് പറഞ്ഞത് നിങ്ങളതിനെ എല്ലാ സ്ഥലത്തും പറഞ്ഞെടുക്കും. എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും, അങ്ങനെ ഉണ്ടായിരിക്കും, ഇങ്ങനെ ഉണ്ടായി, ഇങ്ങനെ നാട്ടിൽ മൊത്തം പറഞ്ഞെടുക്കുക. അത് ഒന്ന് പ്രോസസ്സ് ചെയ്യേണ്ട, വെറുതെ ഇങ്ങനെ അത് ഇഷ്യൂ എന്തോ ആണെന്ന ലെവലിൽ ഇങ്ങനെ തലയെ കൊണ്ട് നടക്കുക ചെയ്യുക. സോ നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം, ഈ 2 എണ്ണം ചെയ്താലും അവിടെ നിങ്ങൾക്ക് ഒരു കോസ്റ്റ് വരുന്നുണ്ട്. അതായത് നിങ്ങളത് പാറ്റേൺ 1 ആണെന്നുണ്ടെങ്കിൽ നിങ്ങളത് നെഗ്ലക്റ്റ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചിലപ്പം ഫ്യൂച്ചറിൽ നിങ്ങൾക്കത് വേറെ രീതിയിൽ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളത് പാടി നടക്കുകയാണ്, എല്ലായിടത്തും പറഞ്ഞ് വെറുതെ അത് വലിയൊരു സംഭവമാക്കി മാറ്റുകയാണെന്നുണ്ടെങ്കിൽ അതും ചിലപ്പോൾ വേറെ രീതിയിൽ നിങ്ങൾ എഫക്റ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇമോഷണലി സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത് വെച്ചാൽ ഇതിന് 2ൻ്റെയും മിഡിലായിട്ടുള്ളൊരു പ്രോസസ്സ് ഉണ്ട്. ഇതാണ് ചെയ്യുക. അവർക്ക് ഇങ്ങനെ ഒരു ഹാർട്ട് തിങ് ഹാപ്പൻ ആയി കഴിഞ്ഞാൽ ദേ ഗീവ് ടൈം ടു പ്രോസസ് ദാറ്റ്. അതായത് അവരതിനെ പ്രോസസ്സ് ചെയ്യാൻ ടൈം കൊടുക്കും. അവരെന്താണ് ആക്ച്വലി അവിടെ നടന്നിട്ടുള്ളത് അത് ഒന്ന് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ടൈം കൊടുക്കും. ആൻഡ് അതിനുശേഷം അവരത് ഒന്നെങ്കിൽ അവർ ജേർണൽ എഴുതും. അതായത് ഇന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ട്, ഐ ഫീൽ ദിസ് അബൌട്ട് ദാറ്റ് ടുഡേ,
അങ്ങനെ എന്തെങ്കിലും പ്രോപ്പറായിട്ട് ജേൺ ചെയ്തും അല്ലെങ്കിൽ അവരെ കേട്ടിരിക്കുന്ന ഒരു ഫ്രണ്ടോ ആരെങ്കിലും ഉണ്ടാവും അവരോട് അത് ഷെയർ ചെയ്യും. അങ്ങനെ ആർക്കെങ്കിലും ഷെയർ ചെയ്തിട്ട് അതിന് പ്രോപ്പറായിട്ട് അതിനെ അനലൈസ് ചെയ്ത് അതിനെ പ്രോസസ്സ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അവരുടെ ലൈഫിലുണ്ടാവുക. അല്ലാണ്ട് തീരെ ഒഴിവാക്കുകയും ചെയ്യില്ല, ഇത് പാടി നടക്കുകയും ചെയ്യില്ല. അതിൻ്റെ മിഡിലുള്ള ഒരു സാധനമാണ് ഉണ്ടാവേണ്ടത്. ആൻഡ് നാലാമത്തെ കാര്യമാണ് ദേ പുട്ട് ദിയർ എനർജി ഇൻ ടു വാട്ട് ദേ ക്യാൻ ആക്ച്വലി കൺട്രോൾ. നമ്മുടെ ലൈഫിൽ എന്തൊരു സംഭവം നടക്കുകയാണെന്നുണ്ടെങ്കിലും അത് നമുക്ക് രണ്ട് രീതിയിൽ എടുക്കാൻ പറ്റും. ഒന്ന് അത് നമ്മളെ കൺട്രോളിലുള്ളതും, രണ്ട് നമ്മളെ കൺട്രോളില്ലാത്ത കാര്യങ്ങളുണ്ട്. സോ ഇമോഷണലി ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ ഒരു കാരണവശാലും അവരുടെ എനർജി അവർക്ക് കൺട്രോളില്ലാത്ത, അവർക്ക് ചേഞ്ച് കൊണ്ടുവരാൻ പറ്റാത്ത ഒന്നിലേക്ക് അവർ കൊടുക്കില്ല. ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മളൊരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ ചുറ്റുള്ള ആൾക്കാർ നമ്മളെ കളിയാക്കിയും കൊണ്ടിരിക്കുകയാണ്, കുറ്റപ്പെടുത്തിയും കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആലോചിച്ചിട്ട് ഒരിക്കലും അവരുടെ എനർജി വേസ്റ്റ് ചെയ്യില്ല. കാരണം അവരെ കൺട്രോളിലല്ല. ബാക്കിയുള്ള ആൾക്കാരെ എത്ര വെച്ചാൽ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കാം. സോ ആ സമയത്ത് അവനക്ക് ചെയ്യാൻ പറ്റുന്ന അവൻ ചെയ്യുന്ന വർക്ക് പ്രോപ്പർ ആക്കാൻ, ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. സോ ഓൾവേസ് പുട്ട് യുവർ എനർജി ദാറ്റ് സംതിങ് ദാറ്റ് യു ക്യാൻ കൺട്രോൾ. ആൻഡ് അഞ്ചാമത്തെ പോയിൻ്റാണ് നമ്മൾ പല ആൾക്കാരും ഇത് ചെയ്യാറുമില്ല. ആൻഡ് അതെന്താണെന്ന് വെച്ചാൽ ദേ കീപ് ഗോയിങ് വിത്തൗട്ട് വെയിറ്റിംഗ് ടു ഫീൽ ഓക്കെ ഫസ്റ്റ്. അതായത് നമ്മളെ എല്ലാവരുടെ ലൈഫിലും പ്രശ്നങ്ങളുണ്ടോ, ഇല്ലാത്ത ആരുമില്ല. സോ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അത് സോൾവായി അതൊക്കെ മാറി ഫുള്ളി ഫീൽ ഓക്കെ ഞാൻ സെറ്റാണെന്ന് വിചാരിച്ചതിന് ശേഷം അടുത്തൊരു കാര്യത്തിലേക്ക് പോകുന്ന ഒരു മൈൻഡ് സെറ്റ് ഇവർക്കില്ല. അടുത്തയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവർ അടുത്തയിലേക്ക് പോകും. അത് അവരെ ഉള്ളിൽ ഹേർട്ടായി കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അവർ മുന്നോട്ട് പോകും. നമ്മൾ പല ആൾക്കാർ എന്താ ചെയ്യല്, എനിക്കിങ്ങനെ ലൈഫിലൊരു പ്രശ്നം ഉണ്ടായി, ഞാൻ തകർന്നു പോയി, ഞാൻ ഒന്നിലേക്കും പോകുന്നില്ല, ഇത് മാറട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റിയിരിക്കുക ചെയ്യുക. അതൊരിക്കലും അവർ ചെയ്യില്ല. സോ ഇമോഷണലി സ്ട്രോങ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ സംഭവങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും മുന്നോട്ട് പോകണം, നിങ്ങൾ മുന്നോട്ട് പോയാൽ പറ്റും. ഇതൊന്ന് റീക്യാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞാൽ എന്താ, പോസ് ബിഫോർ റിയാക്ടിങ്. എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുന്നതിന് മുന്നേ ഒന്ന് പോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് രണ്ടാമത്തത് ദേ സെപ്പറേറ്റ് ദി ഇവൻറ്റ് ഫ്രം ദി സ്റ്റോറി യുവർ ബ്രെയിൻ ടെൽസ് അബൌട്ട് ഇറ്റ്. ഒരു ഇവൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങളെ ബ്രെയിൻ പറയുന്ന സ്റ്റോറി നിങ്ങൾ വിശ്വസിക്കില്ല. അതിന് മുന്നേ നിങ്ങൾ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളെ സെൽഫായിട്ട് ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആൻഡ് മൂന്നാമത്തത് പ്രോസസ് യുവർ ഇമോഷൻ ഇൻ ദ റൈറ്റ് പ്ലേസ്. അതായത് എന്തൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും അത് തീരെ നെഗ്ലക്റ്റ് ചെയ്യാണ്ടിരിക്കുക, വെറുതെ ഓവറാക്കിയിട്ട് എക്സാജറേറ്റ് ചെയ്യാണ്ടിരിക്കുക, അതിൻ്റെ നടുവിൽ വെച്ചിട്ട് നിങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് നാലാമത്തെ പുട്ട് യുവർ എനർജി ഇൻ ടു വാട്ട് യു ക്യാൻ കൺട്രോൾ. നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതിൽ മാത്രം നിങ്ങൾ എനർജി നിങ്ങൾ എന്താക്കുക, ഇൻവെസ്റ്റ് ചെയ്യുക, നിങ്ങൾ അതിനുവേണ്ടി സേവ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് അഞ്ചാമത്തത് കീപ് ഷോയിങ് അപ്പ് വിത്തൗട്ട് വെയിറ്റിംഗ് ടു ഫീൽ ഓക്കെ. ഞാൻ ഓക്കെ ആയിട്ട് അടുത്ത കാര്യം ചെയ്യാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ ഒരു കാരണവശാലും നിൽക്കാൻ പാടില്ല. സോ ഈ ഒരു വീഡിയോയിലുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴത്തുനിന്ന് കമൻറ്റായിട്ട് അറിയിച്ചാൽ മതി. നമ്മളെല്ലാത്തിനും റീപ്ലൈ തരുന്നതായിരിക്കും വായിച്ചിട്ട്. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മളെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.